Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. 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 നമ്മുടെ പബ്ലിക് റിലേഷൻസ് ഇൻ ഹോസ്പിറ്റൽ അല്ലേ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തേ? അതെ മാം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ? എവിടെ വരെ എടുത്തേ മാം? ഒന്നും കൂടെ പറയാവോ? കഴിഞ്ഞ ക്ലാസ് ഒബ്ജക്റ്റീവ് മെത്തേഡ്. എവിടെ വരെയാണ്? ഒബ്ജക്റ്റീവ് മെത്തേഡിന്റെ ആ ഫസ്റ്റ് പാരഗ്രാഫ്. ഫസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞു അല്ലേ? ഓപ്പറേറ്റീവ്, സോറി. ഓപ്പറേറ്റീവ് മെത്തേഡ്. ഓക്കെ, അപ്പോ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നതിന്റെ ഫാദർ ആരാണ്? Who is the father of public relation? Edward ബെർണീസ് അല്ലെ? എഡ്വേർഡ് ബെർണീസ് ആണ് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ അദ്ദേഹം എന്താ ചെയ്തത്? പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട കൗൺസിലുകൾ രൂപീകരിച്ചു. എവിടെ രൂപീകരിച്ചേ? ന്യൂയോർക്കിൽ അല്ലെ? ജീവിത കാലയളവ് എന്ന് പറയുന്നത് ഇത്ര മുതൽ ഇത്ര വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത കാലയളവ്? 1891 മുതൽ 1995 വരെ 104 years, 104 വയസ്സ് വരെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അല്ലെ? അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ പേരെന്താണ്? എന്താണ് അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ പേര്? സിഗ്മണ്ട് ഫ്രൂഡ് അല്ലെ? സിഗ്മണ്ട് ഫ്രൂഡ് എന്നാണ് അദ്ദേഹത്തിന്റെ അങ്കിളിന്റെ പേര്. ഇനി ഇദ്ദേഹം എഡ്വേർഡ് ബെർണീസ് ആദ്യമായി പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട ഒരു ബുക്ക് എഴുതി അല്ലെ? ആ ബുക്കിന്റെ പേരെന്താ? ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ അല്ലെ? ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന ഒരു ബുക്ക് അദ്ദേഹം ആദ്യമായി പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട് അല്ലെ? അദ്ദേഹത്തിന്റെ ബുക്കാണത്. ദെൻ അദ്ദേഹം എന്താണ് സ്വയം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്? എന്താ? PR professional. PR പ്രൊഫഷണൽ എന്ന് സ്വയം അദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിച്ചിരുന്നു. അതുപോലെ നമ്മൾ 2 ഡെഫിനിഷൻസ് പറഞ്ഞു അല്ലെ? എന്തൊക്കെയായിരുന്നു ഡെഫിനിഷൻസില്? ജോൺ മില്ലറ്റിന്റെ ഡെഫിനിഷനിൽ എന്താ പറയുന്നത്? എന്താണ് ഒരു പബ്ലിക് റിലേഷൻ എന്ന് അദ്ദേഹം പറയുന്നത്? പൊതുജനം എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ച് എങ്ങനെ തൃപ്തിപ്പെടുത്തുന്നു എന്നതിന്റെ വിശകലനമാണെന്നാണ് ജോൺ മില്ലറ്റ് പറയുന്നത്. ജോൺ മില്ലറ്റ് അങ്ങനെയാണ് പറയുന്നത്. ഇനി മറ്റൊരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? അതിലെന്താ പറഞ്ഞത്? നമ്മള് എന്താണ് പബ്ലിക് റിലേഷൻ എന്ന് സെക്കൻഡ് ഡെഫിനിഷനിൽ പറയുന്നത്? പറയൂ. പബ്ലിക്കിന്റെ ഒപ്പീനിയൻ നോക്കിയിട്ട് അവരുടെ പബ്ലിക് അല്ലെങ്കിൽ പൊതുജനത്തിന്റെ അഭിപ്രായത്തെ സ്വാധീനിക്കണമെങ്കിൽ അത് എന്തിലൂടെയൊക്കെ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞേ? ജെനുവിൻ പെർഫോമൻസ് ആൻഡ് രണ്ടുപേരുടെയും അല്ലെ മ്യൂച്വൽ സാറ്റിസ്ഫാക്ടറി ആണ്, പരസ്പര സംതൃപ്തിയോടെയുള്ള ഒരു 2-way കമ്മ്യൂണിക്കേഷൻസിലൂടെയും പബ്ലിക് അല്ലെങ്കിൽ പൊതുജനത്തിന്റെ അഭിപ്രായത്തെ സ്വാധീനിക്കുക. അതിനു വേണ്ടിയുള്ള ഒരു ഓർഗനൈസ്ഡ് പ്രോസസ് ആണ് പബ്ലിക് റിലേഷൻ എന്നാണ് രണ്ടാമത്തെ ഡെഫിനിഷനിൽ പറയുന്നത്. അതുപോലെ നമ്മള് നീഡ് ഓഫ് പബ്ലിക് റിലേഷൻസ് പറഞ്ഞിരുന്നു അല്ലെ? എന്തൊക്കെയായിരുന്നു പ്രധാന നീഡ് ഓഫ് പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്നത്? ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാ പോയിന്റ്സും നമ്മൾ പറയുന്നത് ജനറൽ ആയിട്ട് എന്താ പറഞ്ഞത്? ഹോസ്പിറ്റലിന്റെ ആ ഒരു റെപ്യൂട്ടേഷൻ അല്ലെ, പ്രശസ്തി അല്ലെ, അത് നിലനിർത്താൻ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ആ ഒരു നല്ല പബ്ലിക് റിലേഷൻസ് സാധിക്കുന്നു. അതുപോലെ ആ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാം, ഒരു പ്രദേശത്തിന്റെ ഭാഗമാവാം. ആ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ ഹെൽത്ത് കെയർ ലീഡർ അല്ലെങ്കിൽ ആരോഗ്യ പരിപാലന നേതാവ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ അതോറിറ്റി, ഒരു അധികാരി എന്ന നിലയിൽ ഒരു ഹോസ്പിറ്റലെ സ്ഥാപിക്കണമെങ്കിൽ ആ ഹോസ്പിറ്റൽ എങ്ങനെയുള്ളതായിരിക്കണം? നല്ല പബ്ലിക് റിലേഷൻ ഉള്ള ഒരു ഹോസ്പിറ്റൽ ആയിരിക്കണം. അതുപോലെ ആ ഹോസ്പിറ്റലിലുള്ള മൊത്തത്തിലുള്ള എല്ലാ പ്രോഗ്രാംസിനെയും
സർവീസുകളെയും കുറിച്ച് ആളുകളിൽ ഒരു അവബോധം വർദ്ധിപ്പിക്കണമെങ്കിലും നല്ലൊരു പബ്ലിക് റിലേഷൻ വേണം. അതുപോലെ നല്ല പബ്ലിക് റിലേഷൻസിലൂടെ നമുക്ക് ആ ഹോസ്പിറ്റലിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ സാധിക്കും. പിന്നെ എന്താ പറഞ്ഞത്, ഹോസ്പിറ്റലിൽ ഒരു വേക്കൻസി വന്ന് ഒരു റിക്രൂട്ട്മെന്റ് വന്നാല് ആളുകളെ പബ്ലിക്കിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലെ. ഇനി അവരെ അവിടെ നിലനിർത്തുന്നത്, ആ ഒരു ജോലിയിൽ നിലനിർത്തുന്നതിന് പബ്ലിക് റിലേഷൻസ് ആണ് സഹായിക്കുന്നത്. അതുപോലെ ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസ് ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞാല് അതിന് ആ ആളുകൾ വിശ്വസിക്കാതിരിക്കണമെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലില് നല്ലൊരു പബ്ലിക് റിലേഷനുമായി ബന്ധപ്പെട്ടൊരു ഫൗണ്ടേഷൻ ഒരു അടിത്തറ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താ, എംപ്ലോയീസ് അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരുടെ മുറയിൽ അല്ലെങ്കിൽ മനോവീര്യം അല്ലെങ്കിൽ കോൺഫിഡൻസ് മെച്ചപ്പെടുത്തുക. എങ്ങനെയാ മെച്ചപ്പെടുത്തുന്നത്? മറ്റുള്ളവരുമായിട്ടുള്ള ഇന്ററാക്ഷൻസ്, ഇടപെടലുകളിലൂടെ അല്ലെ. അപ്പൊ നല്ലൊരു പബ്ലിക് റിലേഷനിലൂടെ നമുക്ക് അവിടുത്തെ എംപ്ലോയീസിന്റെ കോൺഫിഡൻസ് ലെവല് മെച്ചപ്പെടുത്താനും സാധിക്കും. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെട്ട് പബ്ലിക് റിലേഷൻസ് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള 2 മെത്തേഡുകളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു 2 മെത്തേഡ്? ഓപ്പറേറ്റീവ് മെത്തേഡും methods and the community method. ഓപ്പറേറ്റീവ് മെത്തേഡുകളും കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡും. അല്ലെ, ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രവർത്തന ബന്ധമാണ് അല്ലെ. അപ്പൊ നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു അല്ലെ, ഓപ്പറേറ്റീവ് മെത്തേഡ് എന്താന്നുള്ളത്. അപ്പൊ അതിൽ എന്താണ് നമ്മൾ പറഞ്ഞത്, ഓപ്പറേറ്റീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നല്ല പ്രവർത്തന ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അതുവഴി നമുക്ക് അവരെ പബ്ലിക് റിലേഷൻസ് അല്ലെ അല്ലെങ്കിൽ നല്ല പൊതുജനങ്ങളുമായുള്ളൊരു നല്ല ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിക്കുന്നു നമ്മൾ പറഞ്ഞു. അത് ആ ഒരു ഹോസ്പിറ്റലിലുള്ള നമ്മൾ നേരിട്ട് കാണുന്ന ആളുകൾ അല്ലെ, നമ്മൾ കൂടുതലും ഹോസ്പിറ്റലിൽ നേരിട്ട് കാണുന്ന ആളുകൾ മാത്രമല്ല അവിടെ പ്രവർത്തിക്കുന്നത് അല്ലെ, അതിന് പിന്നിലും ഒത്തിരി പേര് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള താഴെ തട്ടുകൾ മുതൽ ഏറ്റവും ഹയർ ലെവൽ വരെയുള്ള എല്ലാ ഹോസ്പിറ്റലിന്റെ എല്ലാ വശങ്ങളിലുമുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തി അതെല്ലാം ഹോസ്പിറ്റലിന്റെ എല്ലാ വശങ്ങളിലുമുള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്? ഈ ഓപ്പറേറ്റീവ് മെത്തേഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നടക്കുന്ന ഡയറക്റ്റ് നമ്മൾ കോണ്ടാക്റ്റിൽ വരുന്നവരുടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ആ സ്ക്രീനിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നല്ല ഒരു പ്രവർത്തനം നമുക്ക് ആളുകളിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ, അല്ലെങ്കിൽ നല്ല സർവീസുകൾ ആളുകളിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതുവഴിയാണ് നമുക്ക് നല്ല പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നല്ലൊരു പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാം അല്ലെ. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നു അതിൽ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുക, നമ്മളോട് നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് തരികയാണെങ്കിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ലൊരു പോസിറ്റീവ് ആയുള്ള ഒരു ഇമേജ് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ അതിൽ ഒരാളെങ്കിലും നമ്മളോട് മോശമായി പെരുമാറുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു ചിന്ത എങ്ങനെയായിരിക്കും? ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് നിങ്ങളുടെ ചിന്ത അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്തായിരിക്കും? ബാഡ് ആയിരിക്കും അല്ലെ. നമുക്ക് അധികം ഇഷ്ടമൊന്നും തോന്നില്ല. അതിൽ ഒരാളായിരിക്കും ചിലപ്പോൾ നമ്മളോട് അത് പെർഫോം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ എന്താണ് ഒരു മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടാവുക. പക്ഷെ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്നത് ആ ഒരു കാര്യമായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതാണ് നല്ല പ്രവർത്തനങ്ങളാണെങ്കിൽ എല്ലാവരും മികച്ച രീതിയിൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു പബ്ലിക് റിലേഷൻസ് നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് the 3 fundamental components of കമ്മ്യൂണിറ്റി ഓപ്പറേഷൻസ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 3 അടിസ്ഥാന ഘടകങ്ങളാണുള്ളത്. കമ്മ്യൂണിറ്റിയിലെ പ്രവർത്തനങ്ങൾ, കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ മെത്തേഡുകളിനുള്ളിൽ വരുന്നതല്ലേ. കമ്മ്യൂണിറ്റിനുള്ളിലുള്ള പ്രവർത്തനങ്ങളില് നല്ല രീതിയിൽ ഒരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കണമെങ്കിൽ 3 അടിസ്ഥാന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ടത്. നോക്കി, ഫസ്റ്റ് വൺ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താ? ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ. എന്താണ് സന്തോഷവും കരവും അതുപോലെ മാന്യവുമായിട്ടുള്ള ഒരു പെരുമാറ്റം ഉണ്ടാവണം അല്ലെ. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവരെ നമ്മളോട് വളരെ പ്ലസന്റ് ആയിട്ട് അല്ലെങ്കിൽ ജോയ്ഫുൾ ആയിട്ട് സന്തോഷകരമായിട്ട് നമ്മളോട് പെരുമാറുന്നു, വളരെ മാന്യമായിട്ട് അവർ നമ്മളോട് പെരുമാറുന്നു. അപ്പൊ നമുക്ക് എന്താ ആ ഒരു ഹോസ്പിറ്റലിൽ പിന്നെയും പോകാനായിട്ട് നമുക്ക് ഇഷ്ടം തോന്നില്ലേ? അതെന്ന് പറയുന്നത് അവരുടെ ആ ഒരു പബ്ലിക് റിലേഷൻസ് വളർത്താനായിട്ടുള്ള ഒരു പ്രധാന എലമെന്റ് അല്ലെങ്കിൽ കോമ്പോണന്റ് ആണ്. രണ്ടാമതായി പറയുന്നത് ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്. വേഗമേറിയതും കാര്യക്ഷമവുമായിട്ടുള്ള
ചികിത്സ ലഭ്യമാക്കുക. അല്ലെ, ചില ഹോസ്പിറ്റലിൽ നമ്മൾ എന്താണ് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒത്തിരി സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെ, ആ ഒരു ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒക്കെ കിട്ടാനായിട്ട് ഒത്തിരി സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറില്ലേ? അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിൽ പിന്നീട് നമുക്ക് പോകാനൊരു മടിയായിരിക്കില്ലേ? കാരണം എന്താ, ഒത്തിരി സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് പേര് നമുക്ക് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ പോവാന്ന് നമ്മൾ പറയും അല്ലെ. അതുപോലെ തന്നെ ഇവിടെ എന്താണ് വേഗമേറിയത്, ഒരുപാട് സമയം അവരെ എന്താണ് വെയിറ്റ് ചെയ്യിപ്പിക്കാതെ വളരെ വേഗമേറിയതും അതേസമയം നല്ല കാര്യക്ഷമമായിട്ടുള്ള ഒരു ചികിത്സ ആളുകൾക്ക് കൊടുക്കണം. മൂന്നാമതായി പറയുന്നത് ക്ലിയർ എൻവിയോൺമെന്റ്, വ്യക്തമായ ഒരു അന്തരീക്ഷം. അല്ലെ, നമുക്ക് ആ ചെല്ലുന്ന ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നല്ലതാണെങ്കിൽ നമുക്ക് എന്താണ് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരാം. അതേസമയം ആ ഒരു അന്തരീക്ഷം മോശമാണെങ്കിലോ നമുക്ക് പിന്നീട് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാൻ തോന്നുകയുമില്ല. അപ്പൊ അവിടെ നല്ലൊരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം. അതുപോലെ വെൽ അപ്പിയറൻസ് ഓഫ് ദ വർക്കേഴ്സ്, അവിടെയുള്ള ഓരോ ജീവനക്കാരും എങ്ങനെയായിരിക്കണം, വളരെ മികച്ചൊരു അപ്പിയറൻസ് ആയിരിക്കണം അവരുടെ. അല്ലെ, അവരല്ലാതെ ഇപ്പൊ അവർക്കാണെങ്കിലും കൃത്യമായിട്ടുള്ള യൂണിഫോമുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അല്ലെ. അതല്ലാത്ത രീതിയിലാണെങ്കിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു അന്തരീക്ഷം ഇഷ്ടപ്പെടുമോ? ഇല്ല അല്ലെ. അതെന്തിനു വേണ്ടിയാണ്? നമ്മുടെ ആ ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആളുകൾക്ക് വരുന്ന ഓരോ പബ്ലിക്കിന് നല്ലൊരു അറ്റ്മോസ്ഫിയർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായ യൂണിഫോംസും ടാഗുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അവരെ എന്ത് ചെയ്തിരിക്കുന്നത്, നല്ലൊരു അപ്പിയറൻസിൽ അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ 3 അടിസ്ഥാനപരമായ കാര്യങ്ങള് എപ്പോഴും ഈ 3 ഘടകങ്ങള് കമ്മ്യൂണിറ്റി ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഫസ്റ്റ് വന്ന് എന്താ പറയുന്നത്, ജോയ്ഫുൾ ആൻഡ് പൊളൈറ്റ് ബിഹേവിയർ, വളരെ സന്തോഷകരവും മാന്യവുമായിട്ടുള്ള ഒരു പെരുമാറ്റമായിരിക്കണം ആ ഹോസ്പിറ്റൽ വിഭാഗത്തിൽ നിന്ന് ഉണ്ടാകേണ്ടത്. രണ്ടാമത് പറഞ്ഞത് ക്വിക്ക് ആൻഡ് എഫിഷ്യന്റ് ട്രീറ്റ്മെന്റ്, വേഗമേറിയതും കാര്യക്ഷമവുമായിട്ടുള്ളൊരു ചികിത്സ അവർക്ക് ലഭ്യമാക്കി നൽകണം. മൂന്നാമതായി പറഞ്ഞത് ക്ലിയർ എൻവിയോൺമെന്റ് ആൻഡ് വെൽ അപ്പിയറൻസ് ഓഫ് ദി വർക്കേഴ്സ്, അവിടെയുള്ള ഓരോ ജീവനക്കാരും നല്ല വ്യക്തമായ ഒരു അന്തരീക്ഷം അവർക്ക് സൃഷ്ടിച്ചു കൊടുക്കുകയും നല്ലൊരു അപ്പിയറൻസിലായിരിക്കണം ഓരോ ജീവനക്കാരും ഇരിക്കേണ്ടത്. ക്ലിയർ ആണോ? ഈ ഒരു 3 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ? ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അതിനെ ബേസ് ചെയ്തിട്ടല്ലേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നേ. ഹോസ്പിറ്റലിൽ പോകണോ അല്ലെങ്കിൽ ഒന്നുള്ളൊന്നും തീരുമാനിക്കുന്നത് അല്ലെ. നോക്കിയാ എല്ലാം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. നോക്കി നെക്സ്റ്റ്, some operations of improving operation of hospital in the community level are, ഈ കമ്മ്യൂണിറ്റി തലത്തിൽ, കമ്മ്യൂണിറ്റി ലെവൽ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി തലത്തിൽ ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള പ്രധാന കാര്യങ്ങളാണ് പറയുന്നത്. ഒരു 4 പോയിന്റ് നമുക്ക് പറയുന്നുണ്ട്. ഒരു കമ്മ്യൂണിറ്റി തലത്തില്, ഒരു കമ്മ്യൂണിറ്റി ലെവലില് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം. ഫസ്റ്റ് വൺ ആണ് എ ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ഇസ് ദ ബേസിസ് ഓഫ് ഗുഡ് പബ്ലിക് റിലേഷൻ. എന്താണ്, ഒരു നല്ല പബ്ലിക് റിലേഷന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം, രോഗി പരിചരണം നൽകുക അല്ലെ. നല്ലൊരു പേഷ്യന്റ് കെയർ അല്ലെ, നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള ഒരു പേഷ്യന്റ് കെയർ കൊടുത്താലല്ലേ പിന്നെയും ആളുകൾ അവിടേക്ക് വരുള്ളൂ. അതേസമയം നല്ല രീതിയിലുള്ള ഒരു പരിചരണം കിട്ടിയില്ലെങ്കിൽ ആ പേഷ്യൻസ് പിന്നീട് ആ ഹോസ്പിറ്റലിലേക്ക് വരില്ല അല്ലെ. എപ്പോഴും നല്ലൊരു പബ്ലിക് റിലേഷന്റെ ഏറ്റവും അടിസ്ഥാനം, ബേസിക് അല്ലെങ്കിൽ അടിസ്ഥാനം എന്ന് പറയുന്നത് നല്ല ഉയർന്ന നിലവാരത്തിലുള്ള രോഗി പരിചരണം വരുന്ന ഓരോ പേഷ്യൻസിനും ലഭ്യമാക്കുക. രണ്ടാമതായി പറയുന്നത് sufficient physical facility with good functional layout, മതിയായ ഭൗതിക സൗകര്യങ്ങളും എന്താണ് പ്രവർത്തന ലേഔട്ട് അല്ലെങ്കിൽ പ്രവർത്തന രൂപരേഖകളും തയ്യാറാക്കുക. എന്താ ഒരു മതിയായ ഭൗതിക സൗകര്യങ്ങൾ എന്ന് പറയുന്നത്? ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഒരു രൂപരേഖ കേട്ടോ. ഓക്കെ, ഇവിടെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു നല്ലൊരു രൂപരേഖയും അതേപോലെ തന്നെ ഒരു ഭൗതിക സൗകര്യങ്ങളും വേണം മതിയായ രീതിയിൽ. അതിലെന്താ ഉദ്ദേശിക്കുന്നത് നോക്കി, നമ്മളിപ്പോ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഡോക്ടറെ കാണാനായിട്ട് പോവാണ് അല്ലെ. പോയി കഴിയുമ്പോൾ ഒത്തിരി പേര് ചിലപ്പോൾ അവരെ ഡോക്ടറെ കാണാൻ വന്ന് നിൽപ്പുണ്ടാവില്ലേ, നിൽക്കുന്നുണ്ടാവില്ലേ, നമ്മളൊരാളായിരിക്കില്ലല്ലോ. അപ്പൊ നമുക്ക് അവർ കുറെ ഭൗതിക സൗകര്യങ്ങളും അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങളും ഒക്കെ തരുന്നില്ലേ. എന്താണ്, അവിടെ വെയിറ്റിംഗ് റൂമുകൾ തരാറില്ലേ? നമുക്ക് വെയിറ്റിംഗ് റൂമുകളില് ബെഞ്ചസോ ചെയറുകളോ ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. അതുപോലെ വാട്ടർ ഫെസിലിറ്റീസ് തരും അല്ലെ. വെള്ളം ആവശ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഇപ്പൊ വെള്ളം കുടിക്കാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അതിനുള്ള ഫെസിലിറ്റി തന്നിട്ടുണ്ടാവും. അതുപോലെ റിഫ്രഷ്മെന്റ് ഫെസിലിറ്റി അല്ലെ, ടോയ്ലറ്റ് സൗകര്യങ്ങളോ അല്ലെങ്കിൽ റിഫ്രഷ് ആവാനായിട്ടുള്ള ഫെസിലിറ്റി ഒക്കെ നമ്മുടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ വെയിറ്റിംഗ് റൂമുമായി ബന്ധപ്പെട്ട് തരാറില്ലേ. ഇതെല്ലാമാണ് പറയുന്ന ഫിസിക്കൽ ഫെസിലിറ്റി ആൻഡ് ഗുഡ് ഫങ്ഷണൽ
ലേഔട്ടിൽ വരുന്നത്. അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ അവർക്ക് എന്ത് ചെയ്യുക, കൊടുക്കുക. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുക. മൂന്നാമതായി പറയുന്നത് മേക്കിംഗ് അതേഴ്സ് ഹാപ്പി. നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണമെങ്കിൽ വൺ മസ്റ്റ് ബി ഹാപ്പി ഹിംസെൽഫ്. നമ്മൾ സ്വയം സന്തോഷവാന്മാരായിരിക്കണം. അങ്ങനെയല്ലേ? നമ്മളൊക്കെ സന്തോഷമുണ്ടെങ്കിൽ അല്ലെ നമുക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ. ഇവിടെ ആരാണ് സന്തോഷവാന്മാരായിരിക്കേണ്ടത്? ആരാ സന്തോഷവാന്മാരായിരിക്കേണ്ടത്? മറ്റുള്ളവരെന്ന് പറയുന്നത് ആരാണ്? ഓരോ കമ്മ്യൂണിറ്റിയിലെ ഓരോ മെമ്പേഴ്സ് അല്ലെ? നമ്മൾ പേഷ്യൻസ് ആയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ നമ്മളെ സന്തോഷിപ്പിക്കേണ്ടത് ആരാണ്? സ്റ്റാഫ് അല്ലെ? ഒരു സ്റ്റാഫാണ്. അവിടുത്തെ ജീവനക്കാരനാണ് കാര്യം പറയുന്നത് കേട്ടാ. അപ്പൊ അവിടുത്തെ ജീവനക്കാരെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഗുഡ് മൊറൽ ഓഫ് വർക്കേഴ്സ്. അവിടെയുള്ള ജീവനക്കാർക്ക് നല്ല മികച്ച രീതിയിലുള്ള ഒരു മനോവീര്യം അല്ലെങ്കിൽ കോൺഫിഡൻസ് ലെവൽ ഉണ്ടായിരിക്കണം. അതെന്തിനു വേണ്ടിയാ? അവരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ മാത്രമല്ല, മറിച്ചോ ബട്ട് വർക്കേഴ്സ് വിത്ത് ഹൈ മൊറൽ വർക്കിംഗ് ഇൻ പോസിറ്റീവ് മാനർ അല്ലെ? ആൻഡ് വിത്ത് വൺ അനദർ ആൻഡ് ഓൾസോ വിത്ത് ദ പേഷ്യൻസ് ഇൻ ദ കമ്മ്യൂണിറ്റി. അവർക്ക് അവരുടെ പരസ്പരം അല്ലെ, പരസ്പരം മറ്റുള്ളവർ, അവിടെ ഒരുപാട് മറ്റു സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരോട് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും? നല്ല പോസിറ്റീവ് മാനറിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനോടും നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഇടപെടുക്കാനും ഇങ്ങനെ നല്ലൊരു കോൺഫിഡൻസ് ലെവലുള്ള അല്ലെങ്കിൽ സ്വയം ഹാപ്പി ആയിട്ടുള്ള ഒരു സ്റ്റാഫിന് സാധിക്കുന്നത്. ക്ലിയർ ആയോ അത്? അപ്പൊ അങ്ങനെ സ്റ്റാഫ് നമ്മളോട് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ബിഹേവ് ചെയ്താലല്ലേ നല്ലൊരു പബ്ലിക് റിലേഷൻ ഉണ്ടാക്കിയെടുക്കാനും കൂടുതൽ പേഷ്യൻസ് ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനും സാധിക്കുന്നല്ലോ അല്ലെ? നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി വിത്ത് എഫക്റ്റീവ് കോർഡിനേഷൻ എമംഗ് ഓൾ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് അതർ സപ്പോർട്ടീവ് സർവീസസ് arise from good administration, organization structure, policies, procedures and authority, and responsibility should be clearly understood by each staff. ഇനി എന്താ? ആ ഹോസ്പിറ്റലില് വിവിധ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ? പല ഡിപ്പാർട്ട്മെന്റുകളില്ലേ? അതുപോലെ തന്നെ പല സപ്പോർട്ടീവ് സർവീസുകളും ഉണ്ട് അല്ലെ? അപ്പൊ ആ ഹോസ്പിറ്റലിലുള്ള ഇങ്ങനെയുള്ള ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളും സപ്പോർട്ടീവ് സർവീസുകളും എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്? ഒരു കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്. അതാണ് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി. വളരെ കാര്യക്ഷമമായി അത് ഏകോപിച്ച് അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത് അല്ലെ? ഇനി അങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് അത് പ്രവർത്തിക്കണമെങ്കിൽ അതിനെന്തൊക്കെ ആവശ്യമാണ്? ഗുഡ് അഡ്മിനിസ്ട്രേഷൻ ആവശ്യമാണ്. നല്ലൊരു ഭരണം ആവശ്യമാണ് അല്ലെ? ഒരു സ്ഥാപനം, ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലോ. ആ ഡിപ്പാർട്ട്മെന്റുകൾ ഒറ്റയ്ക്ക് നിന്നാൽ നമുക്ക് ആ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റോ? ഇല്ല. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സർവീസുകളുണ്ട്. ഇവയെല്ലാം കൂടി ചേർന്ന് അല്ലെ, ഓരോന്നും ഇൻഡിവിജ്വൽ ആയി നിൽക്കാതെ എല്ലാം എന്താണ് അവരുടേതായ പ്രവർത്തനങ്ങൾ വളരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വളരെ കാര്യക്ഷമമായി ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു പബ്ലിക്കിലേക്ക് നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി അങ്ങനെ രണ്ടു കൂട്ടരും ഈ പറയുന്ന സപ്പോർട്ടീവ് സർവീസ് ആണെങ്കിലും ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളാണെങ്കിലും അങ്ങനെ കോർഡിനേറ്റ് ചെയ്തില്ലെങ്കിൽ ഏകോപിപ്പിച്ച് നിർത്തിക്കൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണമെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണം ആവശ്യമാണ് അല്ലെ? അതുപോലെ നല്ലൊരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആവശ്യമാണ്. ഒരു എന്താണ് സംഘടനാപരമായ ഒരു ഘടന ആവശ്യമാണ്. അതുപോലെ നല്ല രീതിയിലുള്ള പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആവശ്യമാണ് അല്ലെ? നയങ്ങളും നടപടിക്രമങ്ങളും ആവശ്യമാണ്. അതുപോലെ അതോറിറ്റി അല്ലെങ്കിൽ അധികാരികളും ആവശ്യമാണ്. ക്ലിയർ ആയത്? ആൻഡ് റെസ്പോൺസിബിലിറ്റി ഷുഡ് ബി ക്ലിയർലി അണ്ടർസ്റ്റുഡ് ബൈ ഈച്ച് സ്റ്റാഫ്. ഓരോ ജീവനക്കാരും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ക്ലിയർ ആണോ? 4 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്താ പറഞ്ഞത്? അവിടെയുള്ള ഒരു നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല ഉയർന്ന നിലവാരത്തിലുള്ള രോഗി പരിചരണങ്ങൾ നൽകുക എന്നതാണ്. രണ്ടാമതായി പറഞ്ഞത് ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നല്ലൊരു ഫിസിക്കൽ ഭൗതിക സൗകര്യങ്ങളും നല്ല പ്രവർത്തന രൂപരേഖകളും തയ്യാറാക്കുക. ഇതെന്താ പറയുന്നത്?
പറയുന്നത് ഇപ്പോൾ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ആവശ്യമായ വെയിറ്റിംഗ് റൂമുകൾ സജ്ജീകരിച്ച് നൽകുക, ബെഞ്ചുകളോ അല്ലെങ്കിൽ ചെയറുകളോ സെറ്റ് ചെയ്ത് കൊടുക്കുക, വാട്ടർ ഫെസിലിറ്റീസ് കൊടുക്കുക, റിഫ്രഷ്മെന്റ് ഫെസിലിറ്റീസ് പോലെയുള്ള സൗകര്യങ്ങൾ അവർക്ക് ലഭ്യമാക്കി നൽകുക. മൂന്നാമതായി നമ്മൾ പറഞ്ഞത് ഒരു വ്യക്തി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണമെങ്കിൽ ആ വ്യക്തി സ്വയം സന്തോഷവാന്മാരായിരിക്കണം അല്ലെ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഓരോ ജീവനക്കാരും നല്ല രീതിയിൽ ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക, നല്ലൊരു മുറയിൽ അല്ലെങ്കിൽ നല്ല കോൺഫിഡൻസ് ലെവലുള്ളവരായിരിക്കുക. അത് അവരുടെ പ്രവർത്തനത്തെ മാത്രം മെച്ചപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, അവരുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന മറ്റുള്ളവരോട് അവർക്ക് നല്ലൊരു പോസിറ്റീവ് രീതിയിൽ എന്താണ് ഇടപെടുകാനും അതുപോലെ മറ്റു വരുന്ന ഓരോ പേഷ്യൻസിനോടും നല്ല രീതിയിൽ പോസിറ്റീവ് മാനറിൽ ഇടപെടുകാനും അവർക്ക് അതിനു വേണ്ടി സാധിക്കുന്നു. അപ്പൊ അതുവഴിയൊക്കെ നല്ല രീതിയിൽ നമ്മളോട് പോസിറ്റീവ് ആയിട്ട് സ്റ്റാഫുകൾ അവിടെ നിന്ന് ഇടപെടുമ്പോൾ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള താല്പര്യവും വർദ്ധിക്കും. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റലിലെ വിവിധ തരം ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അതുപോലെ തന്നെ സപ്പോർട്ടീവ് സർവീസുകളുണ്ട്. ഇവയെല്ലാം കാര്യക്ഷമമായി ഏകോപിപ്പിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തണമെങ്കിൽ ആ ഹോസ്പിറ്റലിൽ മികച്ചൊരു ഭരണം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു നല്ല അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം, നല്ലൊരു സംഘടനാ ഘടനയുണ്ടായിരിക്കണം, അതുപോലെ നല്ല നയങ്ങളും നടപടിക്രമങ്ങളും അതുപോലെ അധികാരപ്പെട്ട അധികാരികളും ഉണ്ടായിരിക്കണം. അതുപോലെ അവിടെയുള്ള ഓരോ ജീവനക്കാരും കൃത്യമായിട്ട് എന്താണ് അവരുടെ ഉത്തരവാദിത്തം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടതും. ക്ലിയർ ആയോ അത് 4 പോയിന്റ്സും? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് മെത്തേഡിലേക്കാണ് പോകുന്നത്. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് കേട്ടോ. സെക്കൻഡ് മെത്തേഡ് ആണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്, ആശയവിനിമയ രീതികൾ അല്ലെ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ടൊക്കെ കുറച്ച് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുകളൊക്കെ പഠിച്ചില്ലായിരുന്നോ അല്ലെ? അപ്പൊ അതൊന്ന് കണക്ട് ചെയ്തൊക്കെ നമുക്ക് പറയാവുന്ന ഭാഗമാണ് കേട്ടോ. നോക്കിയേ, ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ടു മേക്ക് അവൈലബിൾ. നമുക്കറിയാം നമ്മുടെ പ്രവർത്തനത്തിലൂടെ മാത്രം നമുക്ക് ഒരു പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റില്ല, നല്ലൊരു ആശയവിനിമയത്തിലൂടെയും നമുക്ക് നല്ല രീതിയിൽ പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കാൻ പറ്റും അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇങ്ങനെ ആശയവിനിമയത്തിലൂടെ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാം, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ടു മേക്ക് അവൈലബിൾ സ്യൂട്ടബിൾ ഇൻഫർമേഷൻ ടു ദ പേഷ്യൻസ്, ദ റിലേറ്റീവ്സ് ആൻഡ് വിസിറ്റേഴ്സ്. അപ്പൊ അവരുടെ ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസിനാവാം, അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ബന്ധുക്കൾക്കാവാം, അല്ലെങ്കിൽ അവിടെ വരുന്ന വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകർക്ക് ആവശ്യമായിട്ട് അല്ലെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭ്യമാക്കുക. നമുക്കാണെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആ ഹോസ്പിറ്റലിലെ സർവീസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമുക്ക് തരുന്ന ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടോ ഒരുപാട് ഇൻഫർമേഷൻസ് അറിയാനായിട്ടുണ്ടാവും അല്ലെ. നമ്മൾ എന്ത് ചെയ്യും, അവരോട് ചോദിക്കും അല്ലെ, എങ്ങനെയാണ് എന്താണ് കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാറില്ല. ചിലപ്പോ ആ പേഷ്യന്റ് ചോദിക്കാം, അല്ലെങ്കിൽ അവരുടെ കൂടെ വന്നിരിക്കുന്ന റിലേറ്റീവ്സ് ചോദിക്കാം, അല്ലെങ്കിൽ അവിടെ വരുന്ന മറ്റ് സന്ദർശകരായിരിക്കാം ചോദിക്കുന്നത്. അപ്പൊ അവരോട് എന്ത് ചെയ്യണം, കൃത്യമായിട്ടുള്ള അനുയോജ്യമായ ഇൻഫർമേഷൻസ് അവർക്ക് ലഭ്യമാക്കുക അല്ലെങ്കിൽ നൽകണം. അപ്പൊ അതിലൂടെ നല്ലൊരു പബ്ലിക് റിലേഷൻസ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റില്ലേ? അതൊരു കമ്മ്യൂണിക്കേഷൻ ആണ് അവിടെ നടക്കുന്നത് അല്ലെ. ആ കമ്മ്യൂണിക്കേഷനിലൂടെ നല്ലൊരു പബ്ലിക് റിലേഷൻസ് വളർത്തിയെടുക്കാൻ പറ്റില്ലേ? രണ്ടാമതായിട്ട് എ പ്രൊവിഷൻ ടു ലിസൺ ടു ഓറൽ കംപ്ലൈന്റ്സ് ഇൻസ്റ്റെഡ് ഓഫ് കമ്പലിംഗ് ഓൺ റിട്ടൺ വൺ. നമ്മളൊരു രേഖാമൂലം നമ്മൾ എഴുതുന്ന അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് നമ്മൾ കൊടുക്കുകയാണ്, അതൊരു രേഖാമൂലമുള്ള ഒരു പരാതികളിൽ നിർബന്ധിക്കാതെ വാക്കാലുള്ള പരാതികൾ കേൾക്കാനുള്ള ഒരു വ്യവസ്ഥ സ്ഥാപിക്കുക. എന്താണ് അവിടെ പറയുന്നത്? ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾക്ക് നമ്മുടെ രേഖാമൂലമുള്ള കംപ്ലൈന്റ് തന്നെ വേണം അല്ലെ. കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാവുമ്പോൾ നമുക്ക് അതിന്റെ തെളിവും കാര്യങ്ങളും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ രേഖാമൂലം തന്നെയാണ് കംപ്ലൈന്റുകൾ വരുന്നാലാണ് അവർ പരിശോധിക്കുള്ളൂ. അതേസമയം ഇപ്പൊ ചില ആളുകൾ, ചില ഇത്തിരി പ്രായമായ വ്യക്തികൾക്ക് നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസുമായി ബന്ധപ്പെട്ട കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട പരാതികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ എഴുതി കൊടുക്കാനായിട്ടുള്ള, ചിലപ്പോൾ ചിലർക്ക് അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളും ഉണ്ടാവില്ല, ചിലപ്പോൾ എഴുതാൻ അറിയാത്തവരുണ്ടാവും, ചിലപ്പോൾ പ്രായമായവരായിരിക്കും അല്ലെ. അങ്ങനെ കുറേയധികം ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെ ചില കുറച്ച് ആളുകൾക്കെങ്കിലും. അപ്പൊ അവരോടൊക്കെ നമുക്ക് ഈ രേഖാമൂലമുള്ള പരാതികൾ തന്നെ തരണമെന്ന് നമുക്ക് നിർബന്ധിക്കാതെ വാക്കാലുള്ള പരാതികളും
കേൾക്കാനായിട്ടുള്ളൊരു വ്യവസ്ഥ വെക്കണം. അതാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പൊ ആ ആളുകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അവരുമായിട്ടും കൂടി എന്താണ് അവരുടെ ആ ഒരു പരാതികൾ കേൾക്കാൻ നമ്മൾ തയ്യാറാവുകയും എഴുതി തന്നെ നമുക്ക് നിർബന്ധം പിടിക്കുന്നില്ലല്ലോ നമ്മള്. അപ്പൊ എന്താണ് അവരുടെ ആ ഒരു വാക്കാലുള്ള പരാതികൾ കേൾക്കാൻ തയ്യാറാവുകയും അതിനനുസരിച്ച് എന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് നമ്മളോട് ഒരു ആ ഹോസ്പിറ്റലിനോട് ഇഷ്ടം തോന്നില്ലേ? അപ്പൊ അവിടെ ഒരു പബ്ലിക് റിലേഷൻസ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റില്ലേ? അതാണ് സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. തേർഡ് വൺ ആണ് സ്വിച്ച് റിപ്ലൈ ടു ക്വസ്റ്റ്യൻസ്. എന്താ നമ്മൾ പല ക്വസ്റ്റ്യൻസും ആ ഹോസ്പിറ്റലിനോട് ചോദിക്കാറുണ്ട് അല്ലെ. ഒരു ട്രീറ്റ്മെന്റ് ചെയ്താൽ ഞങ്ങൾക്ക് ഫലം കിട്ടുമോ, അല്ലെങ്കിൽ ഇത് എന്തിനാണ് ഞാൻ ഈ മരുന്ന് കഴിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് അടുത്തതായി ചെയ്യാൻ പോകുന്നത്, അങ്ങനെ പല ക്വസ്റ്റ്യൻസ് അല്ലെ. പല ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ഹോസ്പിറ്റലിനോട് പലരും കമ്മ്യൂണിറ്റിയുള്ള പലരും ചോദിക്കുന്നുണ്ടാവാം. ആ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് കൃത്യമായ ആൻസറുകൾ നൽകണം അല്ലെ. ആ ആൻസർ കൃത്യമാണ്. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ ആൻസർ തരികയാണെങ്കിൽ നമുക്ക് അവിടെ എന്താ ഒരു ഹോസ്പിറ്റലിനോട് എന്താണ് ഒരു വളരെ നമുക്കൊരു സത്യസന്ധമാണ് എന്നുള്ളതൊരു ഒരു വിശ്വാസം വരില്ലേ? നമ്മൾ ആ ഒരു ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അല്ലാതെ നമ്മളെ എന്താണ് ആ ക്വസ്റ്റ്യൻസ് മൈൻഡ് ചെയ്യാതെ നമുക്ക് കൃത്യമായ ഒരു ആൻസർ തരുന്നില്ല എങ്കിൽ നമ്മൾക്ക് ആ ഒരു വിശ്വാസം നമുക്ക് കിട്ടില്ല അല്ലെ. അതേസമയം കൃത്യമായിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ആൻസറുകൾ തരുമ്പോൾ നമുക്ക് അതിനോട് എന്താ ഒരു ഹോസ്പിറ്റലിനോട് തന്നെ ഒരു നല്ലൊരു എന്താണ് വിശ്വാസം ഉണ്ടാവുകയും പിന്നെയും നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാൻ തയ്യാറാവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് പ്രൊവിഷൻ ഓഫ് സജഷൻ ബോക്സ് അറ്റ് സ്യൂട്ടബിൾ പ്ലേസസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റല് അനുയോജ്യമായ ഇടങ്ങളിൽ സജഷൻ ബോക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? സജഷൻ ബോക്സ് ഒക്കെ എന്തിനു വേണ്ടിയായിരിക്കും അങ്ങനെ ഒരു സജഷൻ ബോക്സ് കൊടുത്തിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? കംപ്ലൈൻസുകൾ നമുക്ക് ഇല്ല പരാതികളൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിനെ ഇംപ്രൂവ് ചെയ്യുന്നത്. അതെ, ആ ഒരു കംപ്ലൈൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് നേരിട്ട് പരാതി നമുക്ക് പറയാൻ പറ്റാത്ത ചില കംപ്ലൈൻസ് ഉണ്ടാവും. നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലൈന്റ് എഴുതി ആ ഒരു സജഷൻ ബോക്സിൽ ഇടാം. ഇനി എന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ നിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ട്, മെച്ചപ്പെടുത്തുന്നതുമായി അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ടെങ്കിൽ അതും നമുക്ക് എഴുതി എന്ത് ചെയ്യാം? ആ കംപ്ലൈന്റ് ബോക്സുകൾ ഇടും. അപ്പൊ അവർ എന്ത് ചെയ്യും? ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2-3 ദിവസം കൂടുമ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് അതിലുള്ള കംപ്ലൈൻസ് കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദമായി അന്വേഷിക്കുകയും മാറ്റങ്ങൾ വരുത്തേണ്ടതാണെങ്കിൽ അത് വരുത്തുകയും ചെയ്യാനായിട്ട് ആ ഹോസ്പിറ്റലിനെയും കൂടി സഹായിക്കുന്നതാണ് അല്ലെ. അപ്പൊ അതിലൂടെയും നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻസ് വളർത്തിയെടുക്കാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഫിലിം ഷോസ്, എക്സിബിഷൻസ് ആൻഡ് ഹോസ്പിറ്റൽ ബ്രോഷർ എന്നാണ് കേട്ടോ. അവിടെ ഒന്ന് വെട്ടിയത് കറക്റ്റ് ആയിട്ടുള്ളത് എഴുതിയേ. ബ്രോഷർ ബ്രോഷർ. ഓക്കെ, അപ്പൊ വിഷ്വൽ ടു ബി എക്സിബിറ്റഡ് എന്ത് ചെയ്യുക? വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് അറിയാലോ. നമ്മളിപ്പോ മാഗസീൻസ് ആവാം, എന്തെങ്കിലും വീഡിയോകളാവാം, ഗ്രാഫിക്സ് ആവാം അല്ലെ. അതുപോലെ ഫിലിം ഷോസ് ആവാം. എന്തിനെ കുറിച്ചുള്ളതാണ്? പുറമേ ഉള്ള കാര്യങ്ങളെ കുറിച്ചുള്ളതല്ല കേട്ടോ. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ വീഡിയോകള്, മാഗസീനുകള്, ഫിലിം ഷോസ് അല്ലെങ്കിൽ ചില ഡോക്യുമെന്റ്സ് ഒക്കെ ചെയ്യും അല്ലെ. അതുപോലെ എന്തെങ്കിലും പ്രദർശനങ്ങൾ, എക്സിബിഷൻസ് ഉണ്ടാവും എന്തെങ്കിലും ഒരു തീം ഉപയോഗിച്ചിട്ട് അല്ലെ. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ബ്രോഷറൊക്കെ കണ്ടിട്ടില്ലേ? ആ ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഇത് അല്ലെ. നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കണ്ടുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അങ്ങനെ ആശയവിനിമയം നടത്തുന്നതല്ലേ അത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രദർശിപ്പിക്കുക. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രദർശിപ്പിക്കുന്നത്? നമ്മളൊരു മാഗസിൻ, നമ്മളിപ്പോ അറിയാത്തൊരു ഹോസ്പിറ്റലാണ്, നമുക്ക് ആ ഹോസ്പിറ്റലിനെ പറ്റി ഒരു പരിചയമൊന്നുമില്ല, നമ്മൾ എവിടെയെങ്കിലും പോയപ്പോ ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു മാഗസീനോ ബ്രോഷറോ അല്ലെങ്കിൽ ഒരു വീഡിയോ നമ്മൾ കണ്ടു എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്താണ് ബ്രോഷറിന്റെ സ്പെല്ലിംഗ് ഒന്നുകൂടി പറയണോ? BROCHURE. കേട്ടാ? നോക്കി, അപ്പൊ നമ്മളൊരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു മാഗസീനോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ പെട്ടെന്ന് നമുക്ക് അറിയാത്തൊരു ഹോസ്പിറ്റലിനെ പറ്റിയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അത് കാണുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത് വായിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു ഏകദേശ ഐഡിയ കിട്ടില്ലേ? ആ ഹോസ്പിറ്റലിൽ എന്തൊക്കെ പ്രോഗ്രാമുകളാണ് കൊടുക്കുന്നത്, എന്തൊക്കെ സർവീസുകളാണ് കൊടുക്കുന്നത്, അവിടെ ഏതൊക്കെ കൺസൾട്ടിങ് ഡോക്ടേഴ്സ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള കുറച്ച് ആശയങ്ങൾ, ഐഡിയാസ് നമുക്ക് കിട്ടില്ലേ? ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ആളുകള് അറിയാനായിട്ടുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ ആളുകൾക്ക് ആ ഒരു
ഹോസ്പിറ്റലിനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻസ് അറിയാനും അതുവഴി ആളുകൾ കൂടുതൽ ആ ഹോസ്പിറ്റലിലേക്ക് വരാനും ഒക്കെയുള്ള ഒരു എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണ് ഈ പറയുന്ന വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത്. അതിൽ എല്ലാം ഉൾപ്പെടുന്നുണ്ട് അല്ലെ. അതിലൂടെ നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് ദ സ്കൂൾ ടീച്ചർ, സ്റ്റുഡന്റ്, housewives and members of women's organization and religious leaders can conduct hospital tours. എന്താ സ്കൂൾ ടീച്ചേഴ്സിന് അല്ലെങ്കിൽ സ്റ്റുഡൻസിന്, ഹൗസ് വൈഫ്സിന് അല്ലെങ്കിൽ ഏതെങ്കിലും വുമൻസ് സംഘടനകളുമായി ബന്ധപ്പെട്ട അംഗങ്ങൾക്ക് അല്ലെങ്കിൽ റിലീജിയസ് ലീഡർ ഏതെങ്കിലും മതനേതാക്കൾക്ക് ആ ഹോസ്പിറ്റൽ ടൂറുകള് നടത്താം അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യാം. ഇവിടെ ഹോസ്പിറ്റൽ ടൂർ എന്ന വാക്കിനെയും കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാ? ഒരു ടൂറാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നടത്തേണ്ടത്. ടൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ എൻജോയ്മെന്റിന് വേണ്ടി ചെയ്യുന്ന അല്ലെ. ഇവിടെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അവിടെ ഒരു വിസിറ്റ് ആണ് അല്ലെ. അപ്പൊ അവിടെ നമുക്ക് വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സന്ദർശിക്കാവുന്നതാണ്. അങ്ങനെ സന്ദർശിക്കുന്നത് വഴി എന്താ ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച്, സർവീസുകളെ കുറിച്ചൊക്കെ നേരിട്ട് കണ്ടവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ടു ഹോൾഡ് ആൻ ആനുവൽ ഹോസ്പിറ്റൽ ഡേ ഓർ ഓപ്പൺ ഡേ ഹൗസ് വെയർ പബ്ലിക് ക്യാൻ ബി ഷോൺ എവരി ആസ്പെക്ട് ഓഫ് ദ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ ദാറ്റ് ഇൻക്ലൂഡ് സം ഓഫ് ഹൈലി ടെക്നിക്കൽ ഫങ്ഷൻസ്. വളരെ സാങ്കേതികപരമായുള്ള പല പ്രവർത്തനങ്ങളും ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട് അല്ലെ. ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ വശങ്ങളിലുമുള്ള എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചും ആളുകൾക്ക് അറിയാൻ അല്ലെങ്കിൽ ആളുകളെ കാണിക്കാനായിട്ട് അവിടെ എന്ത് ചെയ്യാറുണ്ട്? ആനുവൽ ഹോസ്പിറ്റൽ ഡേ ഒക്കെ നടത്താറുണ്ടോ? പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ പറയാറുണ്ടാവുമല്ലോ ആനുവൽ ഹോസ്പിറ്റൽ ഡേ ആണെന്ന്. നല്ല രീതിയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പിന്നെ സ്കൂളുകളില് മക്കൾ പഠിക്കുന്ന സ്കൂളുകളില് ഓപ്പൺ ഡേ ഹൗസ് നടത്തുന്നത് കണ്ടിട്ടുണ്ടോ? സ്കൂളുകളിൽ നടത്താറില്ലേ ഓപ്പൺ ഡേ ഹൗസ്? ഇല്ല, ആരുടെയും മക്കളൊന്നും പഠിക്കുന്നില്ലേ സ്കൂളില്? എന്താണ് കേട്ടിട്ടില്ലേ? ഓപ്പൺ ഡേ ഹൗസ് ഒന്നും കേട്ടിട്ടില്ല? ഇല്ല. എന്തിനു വേണ്ടി അങ്ങനെ ഒരു ദിവസം നമ്മൾ വെക്കുന്നത്? ആ ഒരു ഹോസ്പിറ്റലിൽ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അങ്ങനെ ഒരു ഡേ വെക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിലാണ് വെക്കുന്നതെങ്കിൽ അവിടുത്തെ ആ സ്ഥാപനത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്, അതായത് പുറത്തുള്ള ആളുകൾക്ക് ഇപ്പൊ ഒരു സ്കൂളാണെങ്കിൽ അവിടെ നമുക്ക് ആ പാരന്റ്സ് ഉണ്ടല്ലോ, ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ പാരന്റ്സിന് നേരിട്ട് ആ സ്കൂളിൽ ചെല്ലാനും അവിടുത്തെ ടീച്ചേഴ്സിനെ കാണാനും അതേപോലെ എന്താ കുട്ടികളുടെ പഠന നിലവാരത്തെ കുറിച്ച് അറിയാനും ആ സ്കൂളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെ നേരിട്ട് കണ്ട് വിലയിരുത്താനും സാധിക്കും. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റൽ ഓപ്പൺ ഡേ എന്ന് പറയുന്നത്. PTA മീറ്റിംഗും കുറച്ചും കൂടി എക്സ്പാൻഡ് ആയിട്ട് അല്ലെ. PTA മീറ്റിംഗ് ഒക്കെ പോലെ തന്നെ അല്ലെ. അതുപോലെ നമ്മൾ ഒരു ദിവസമൊക്കെ കണ്ടക്ട് ചെയ്യാറില്ലേ? പാരന്റ്സിന് വന്ന് ആ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ ഹോസ്പിറ്റലിലും എന്തുണ്ട്, അങ്ങനെ ഒരു ആനുവൽ ഡേ അല്ലെങ്കിൽ ആനുവൽ ഹോസ്പിറ്റൽ ഡേ അല്ലെങ്കിൽ ഒരു ഓപ്പൺ ഡേ ഹൗസ് നടത്തും. ഇതിന് വേണ്ടിയായിരിക്കും ആ ഹോസ്പിറ്റലിലേക്ക്. അവിടുത്തെ ഹോസ്പിറ്റലിൽ ഓൾറെഡി നമ്മുടെ റെഗുലർ ആയിട്ട് കുറെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് അല്ലെ, ദൈനംദിന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെയൊന്നും ബാധിക്കാത്ത രീതിയിൽ പുറത്തുനിന്ന് വിസിറ്റേഴ്സിന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരാനും അവർക്ക് ഈ പറയുന്ന സർവീസുകളാണെങ്കിലും പ്രോഗ്രാമുകളൊക്കെയാണ് എന്താണ് ഹോസ്പിറ്റലിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന് കണ്ട് മനസ്സിലാക്കാനും അതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ ഡോക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്, അവിടുത്തെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്നൊക്കെ കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെടാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുവഴി നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെ. നെക്സ്റ്റ് വരുന്നതാണ് യൂസിങ് മാസ് മീഡിയ വുഡ് ബി ഹെൽപ്ഫുൾ ടു ഇംപ്രൂവ് പബ്ലിക് റിലേഷൻ അല്ലെ. പബ്ലിക് റിലേഷൻസിനെ മെച്ചപ്പെടുത്താനായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? മാസ് മീഡിയാസ് ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കും അല്ലെ. എന്തൊക്കെയായിരിക്കും, ഏതിലൂടെയൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം? മാസ് മീഡിയാസ് എന്ന് പറയുമ്പോ ഏതൊക്കെ വരും? എന്താണ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകളൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. സോഷ്യൽ മീഡിയാസ് നമുക്ക് പറയാം അല്ലെ. അതുപോലെ ന്യൂസ് പറയാം, സോഷ്യൽ മീഡിയാസ് പറയാം, TV പറയാം അല്ലെ, റേഡിയോസിലൂടെ പറയാം, പലതരത്തിലുള്ള അഡ്വർടൈസ്മെന്റ്സിലൂടെ പറയാം, വെബ്സൈറ്റുകളിലൂടെ പറയാം അല്ലെ. ഒത്തിരി രീതികളിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു പബ്ലിക് റിലേഷൻസ്, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള ഒരു പബ്ലിക് റിലേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. കിട്ടിയോ? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തിനെ കുറിച്ചുള്ളതായിരുന്നു? കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് ആണ് അല്ലെ. പറഞ്ഞ
പറഞ്ഞ കുറച്ച് പോയിന്റ്സുകൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി താഴെ പറയുന്ന ആ ഒരു സ്ലൈഡ് അല്ലെങ്കിൽ ആ ഒരു പിക്ചർ കണ്ടോ? കമ്മ്യൂണിക്കേറ്റിംഗ് മെത്തേഡുകൾ എന്താണ് ഇത്രയും നമ്മൾ പറഞ്ഞില്ല. എങ്ങനെ ഹോസ്പിറ്റലിൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡിലൂടെ നമുക്കൊരു നല്ല പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളല്ലേ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാവുന്നത് എങ്ങനെ നമുക്ക് എന്താണ് ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്. ഇനി ഈ പറയുന്നത് ഇതിന്റെ കീഴിൽ വരുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട സെന്റൻസുകൾ തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാത്തത്. നമുക്ക് ആ ഒരു പറയുന്ന സമയത്ത് ഒന്നും കൂടി പറഞ്ഞിട്ട് മനസ്സിലാക്കി പോവാന്ന് വിചാരിച്ചു. അത് മതിയില്ലേ? അത് മതിയോ? ഈ പറയുന്ന പോയിന്റ്സ് തന്നെ നമുക്ക് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്താൽ പോരെ? ഓക്കെ, നോക്കി ആ ഒരു ബോക്സ് ഫസ്റ്റ് നോക്കി. എന്താണ് ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്? എന്താ? These methods employ means of communication in all possible forms to enable the hospital to convey its message to the public. എന്താണ് നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലിന്റെ മെസ്സേജ് അല്ലെ? ആശുപത്രി എന്താണോ പബ്ലിക്കിന് നൽകുന്ന ഒരു സന്ദേശം, ആ ഒരു ആശുപത്രിയുടെ ആ ഒരു സന്ദേശം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഓൾ പോസിബിൾ സാധ്യമായ എല്ലാ വഴികളിലൂടെയും ഏതൊക്കെ ആശയവിനിമയ മാർഗത്തിലൂടെ നമുക്കത് സാധ്യമാകും അല്ലെ? അത് ആ ഒരു ആശയവിനിമയ മാർഗങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചേ, ദീസ് മെത്തേഡ്സ് എംപ്ലോയി മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഓൾ പോസിബിൾ ഫോംസ് ടു എനേബിൾ ദ ഹോസ്പിറ്റൽ ടു കൺവേ ഇറ്റ്സ് മെസ്സേജ് ടു ദ പബ്ലിക്. ആ ഹോസ്പിറ്റലിലെ ആശുപത്രിയുടെ സന്ദേശം എന്താണോ അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സാധ്യമായിട്ടുള്ള എല്ലാ ആശയവിനിമയ മാർഗങ്ങളും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിലെ ആ ഒരു സന്ദേശം, ആ ഒരു മെസ്സേജ് പബ്ലിക്കിലേക്ക് എത്തണം അല്ലെ? പബ്ലിക്കിന് എന്താണോ ഹോസ്പിറ്റലിലെ ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ സന്ദേശം അത് പബ്ലിക്കിലേക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സാധ്യമായ എല്ലാ ആശയവിനിമയ മാർഗങ്ങളും ഉപയോഗിക്കില്ലേ? നമ്മൾ എല്ലാ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡുകളും നമ്മൾ ഉപയോഗിക്കും അല്ലെ? ആ ഒരു മെസ്സേജ് പൊതുജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊക്കെയാണോ സാധ്യമായ ആശയവിനിമയ മാർഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്, ആ ഒരു രീതിയെയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. കിട്ടിയോ? എന്താണ് ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്? ക്ലിയർ ആയോ? ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്താണ് മറ്റുള്ളവർക്കൊന്നും ക്ലിയർ ആയില്ല. ശ്രദ്ധിക്കാട്ടോ, കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഹോസ്പിറ്റൽ എന്താണോ സന്ദേശം പൊതുജനങ്ങളിലേക്ക് കൊടുക്കുന്നത്, ആ ഹോസ്പിറ്റലിൽ നൽകുന്ന ആ ഒരു സന്ദേശം അല്ലെ, ആ ഒരു മെസ്സേജ് പബ്ലിക്കിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്, പബ്ലിക്കിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി സാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാ മെത്തേഡുകളും നമ്മൾ ഉപയോഗിക്കില്ലേ? അല്ലെ? നമ്മൾ ഒരുപാട് മെത്തേഡ്, കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് പല രീതിയിൽ നമുക്ക് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? അപ്പൊ ആ ഏതൊക്കെ ആശയവിനിമയ മാർഗങ്ങളാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, ആ ഉപയോഗിക്കുന്ന ആ രീതിയെയാണ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. Clear ആണോ? Then next നോക്കി, some of these are also intermixed with the intramural functions of the hospital and operating method. ഇനി ഇതെല്ലാം എന്തുമായി ഇടകലർന്നിരിക്കുന്നതാണ്? Mixed with the intramural. ഇവിടെ intramural functions of the hospital എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Intramural എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? എന്താണ് നിങ്ങള് ടെർമിനോളജി പഠിച്ചായിരുന്നോ? ഇൻട്ര എന്ന് പറയുമ്പോ എന്താ വരിക? എന്താണ് അതിന്റെ മീനിങ് വരിക? ഉള്ളിലുള്ള വിത്തിൻ അല്ലെ? ആ ഹോസ്പിറ്റലിനുള്ളിലുള്ള പ്രവർത്തനങ്ങളാണ് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ആ ഹോസ്പിറ്റലിനുള്ളിലുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാവാം? ഹോസ്പിറ്റലിനുള്ളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ? ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്, ഡയഗ്നോസ്റ്റിക്സ് ഫങ്ഷൻസ് നടക്കുന്നുണ്ട് അല്ലെ? അതുപോലെ കൗൺസിലിംഗുകൾ നടക്കുന്നുണ്ട്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ ആ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ, ആ ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഓപ്പറേറ്റീവ് മെത്തേഡ്, നമ്മൾ ഓൾറെഡി ഓപ്പറേറ്റീവ് മെത്തേഡ് അല്ലെ, പ്രവർത്തന രീതികൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ഇവയെല്ലാം ഒരുമിച്ച് ഇന്റർമിക്സ്ഡ് അല്ലെങ്കിൽ ഇടകലർന്നാണ് ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് വരുന്നത്. നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പബ്ലിക് റിലേഷൻ വളർത്തിയെടുക്കാൻ പറ്റുമോ? ഒരു ആശയവിനിമയത്തിലൂടെ മാത്രം നമുക്ക് പബ്ലിക് റിലേഷൻ വളർത്തിയെടുക്കാൻ പറ്റുമോ?
ഇല്ല. രണ്ട് മെത്തേഡും നമുക്ക് ഒരുപോലെ വേണം അല്ലെ. ഓപ്പറേറ്റീവ് മെത്തേഡ് ആശയവിനിമയവും വേണം, അതുപോലെ പ്രവർത്തനവും വേണം. അത് ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻസ് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും സെപ്പറേറ്റഡ് അല്ല. ചില സമയത്ത് ഇത് രണ്ടും എന്താണ്, ഈ പ്രവർത്തനങ്ങൾ രണ്ടും ഈ രണ്ട് രീതികളും തമ്മിൽ ചില സമയത്ത് ഇടകലർന്ന് വരുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു, ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് അതർ ഡീൽസ് വിത്ത് മീഡിയ, മറ്റൊന്നും എന്താണ്, നമുക്ക് മീഡിയകളിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് ചെയ്യാം അല്ലെ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത് അല്ലെ. മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേഷൻസ് നടത്താം. ക്ലിയർ ആയോ ആ ഒരു ബോക്സ്? ക്ലിയർ ആണോ? ഇതിൽ എന്താണ് ഒരു കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് എന്നുള്ളത് നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. Then ഇനി നമ്മള് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് വേസ് അല്ലെ. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ഏതെല്ലാം രീതികളിൽ നമുക്ക് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുവാൻ സാധിക്കും നോക്കിയേ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ് പറയുന്നത്. നോക്കിയേ, പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ ടു പേഷ്യൻസ്, their relatives and visitors അല്ലെ. നമ്മൾ ആദ്യം പഠിച്ച പോയിന്റ് അല്ലേ ഇത്, പ്രൊവൈഡിങ് അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻസ്. ഇവിടെ പേഷ്യൻസിനായിക്കോട്ടെ, അവരുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ ബന്ധുക്കൾക്കായിക്കോട്ടെ, അവിടെ വരുന്ന ഓരോ സന്ദർശകർക്കും അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ലഭ്യമാക്കുക അല്ലെങ്കിൽ നൽകുക അല്ലെ. നോക്കിയേ, അതിൽ കുറച്ച് കാര്യങ്ങൾ ഇച്ചിരി കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, അറ്റ് എൻക്വയറി ആൻഡ് രജിസ്ട്രേഷൻ, ഏതൊക്കെ സമയത്താണ് നമ്മൾ ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടത്? നമ്മൾ എൻക്വയറി ചെയ്യാനായിട്ട് ചില ഹോസ്പിറ്റലിൽ നമ്മൾ ചില ഹോസ്പിറ്റലിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയില്ലെങ്കിൽ നമ്മൾ എവിടെയാ പോയി ചോദിക്കാം? റിസപ്ഷനിൽ ഒരു എൻക്വയറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും അല്ലെ. എൻക്വയറി വിഭാഗത്തിലാണ് നമ്മൾ പോയി ചോദിക്കുക അല്ലെ. അപ്പൊ അവിടെ എൻക്വയറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടെ ഇൻഫർമേഷൻസ് ആവശ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അല്ലെ, ഫ്രണ്ട് ഓഫീസിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. രജിസ്ട്രേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യകതകൾ ഇൻഫർമേഷൻസ് അറിയാനുണ്ടെങ്കിൽ അതെല്ലാം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക, നൽകുക. Then on patient discharge അല്ലെ, പേഷ്യൻസിന്റെ ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇൻഫർമേഷൻസ് നൽകേണ്ടതായിട്ടില്ലേ? എന്താണ്, റിഗാർഡിംഗ് ഹിസ് ഓർ ഹെർ ഹെൽത്ത് സ്റ്റാറ്റസ് ആൻഡ് ഫോളോ അല്ലെ. അവരുടെ നിലവിലുള്ള ആ ഒരു ആരോഗ്യ സ്ഥിതി എന്താണ് അല്ലെ, ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവർക്ക് കൊടുക്കണ്ടേ. അതുപോലെ എന്താണ് ഫോളോ അപ്പിന് വരേണ്ടത്, ഇനി വീട്ടിൽ ചെന്നാൽ അവർ എന്തൊക്കെ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൊടുക്കേണ്ട ആവശ്യമില്ലേ? കൊടുക്കേണ്ടതായിട്ടില്ല. അറിയില്ലേ നിങ്ങൾക്ക്? അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ അല്ലെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇനി ഈ ഒരു ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ആരായിരിക്കും? ഡിസ്ചാർജ് ഇന്റർവ്യൂ വിത്ത് അറ്റൻഡിങ് ഫിസിഷ്യൻ ക്യാൻ സെർവ് ദിസ് പർപ്പസ് വെൽ അല്ലെ. ആരാണോ ആ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്ത ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടർ ആരാണോ അവർക്കാണ് ഈ ഒരു ഉദ്ദേശം കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നത് അല്ലെ. ഒരു ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട ആ ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണ്, ഫോളോ അപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനായിട്ട് കൃത്യമായിട്ട് അത് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ആ ഒരു വ്യക്തമായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ആര് തന്നെയാണ്? അവരെ അറ്റൻഡ് ചെയ്ത ഡോക്ടർ ആരാണ്, ഫിസിഷ്യൻ ആണോ അവരെ അറ്റൻഡ് ചെയ്തത് അവര് തന്നെയാണ്. ക്ലിയർ ആയോ? ഒരു ബോക്സ് പറഞ്ഞിരിക്കും, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നേ. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞതും എല്ലാ പോയിന്റ്സും നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെ കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് പറയുന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, ഒരു ഓപ്പൺ ഡേ ഹൗസ് അപ്രോച്ചുകൾ നടത്തണം എന്നുള്ളത്. അത് തന്നെയാണ് an open house approach to the visitors without interfering in the routine medical care functions. ആ ഹോസ്പിറ്റലിലെ നിലവിലുള്ള ദൈനംദിന മെഡിക്കൽ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ അല്ലെ. എല്ലാ ദിവസവും അവിടെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ആ ഒരു സന്ദർശനം വരുന്ന സമയത്ത് അല്ലെങ്കിൽ വിസിറ്റേഴ്സ് വരുന്ന സമയത്ത് ആ ആക്ടിവിറ്റികളെ ബാധിക്കരുത് കേട്ടോ. ബാധിക്കാത്ത രീതിയിലായിരിക്കണം അവിടെ ഒരു ഓപ്പൺ ഹൗസ് അപ്രോച്ച് നടത്തേണ്ടത്. എന്തിനു വേണ്ടിയാണ്? ലാർജ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് പേഷ്യൻസ് cannot be avoided in our peculiar socio cultural ethos. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ഒരുപാട് വിസിറ്റേഴ്സ്, ഇപ്പൊ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ കിടന്നാല്, നമ്മുടെ റിലേറ്റീവ്സ് ആണെങ്കിലും കിടന്നാല്, നമ്മുടെ ആ ഒരു സോഷ്യോ കൾച്ചറൽ, നമ്മുടെ കൾച്ചറിനനുസരിച്ച് നമ്മൾ എങ്ങനെയാ ചെയ്യാറ്? ഇപ്പൊ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും നമ്മുടെ പരിചയമുള്ള ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാലും നമ്മൾ എന്ത് ചെയ്യും?
ആ തൊട്ടടുത്ത ദിവസം തന്നെ കുറെ ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കാണാൻ പോകും അല്ലെ? അങ്ങനെയാണോ? നമ്മൾ എപ്പോഴും അങ്ങനെയല്ലേ ചെയ്യണേ? അപ്പൊ ഇവിടെ എന്താണ് അവർ പറയുന്നത്? എന്താ നമ്മുടെ ആ ഒരു സോഷ്യൽ കൾച്ചർ അനുസരിച്ച് നമുക്ക് ആ പേഷ്യൻസിനെ കാണാൻ വരുന്ന ഒത്തിരി നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ഉണ്ടാവും അല്ലെ? അവരെ അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് അല്ലെ? നമ്മൾ ഒരുപാട് പേര് നമുക്ക് അവരോട് അവോയ്ഡ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റുമോ? ഇല്ല. നമുക്ക് ഒത്തിരി കുറച്ച് റെസ്ട്രിക്ഷൻസ് വെക്കാം എന്നല്ലാതെ ആരും വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ നമ്മുടെ ആ ഒരു സോഷ്യൽ കൾച്ചറിനനുസരിച്ച് പറ്റില്ല. പക്ഷെ വിദേശ രാജ്യങ്ങൾ അങ്ങനെയാണോ എന്ന് അത്ര ഇല്ലാന്ന് തോന്നുന്നു അല്ലെ? പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെയാണ്. ഒരാള് ഡോക്ടർ അഡ്മിറ്റ് ആയി അവിടെ ഡിസ്ചാർജ് ആവുന്നതിന് മുൻപ് വരെയും അവിടെ എന്താണ് എപ്പോഴും വിസിറ്റേഴ്സ് ഇങ്ങനെ സന്ദർശിച്ചുകൊണ്ടിരിക്കും അല്ലെ? പേഷ്യൻസിനെ കാണാനായിട്ട്. അവരെ അവോയ്ഡ് ചെയ്യുക, ലാർജ് നമ്പർ ഓഫ് ഇങ്ങനെയുള്ള വിസിറ്റേഴ്സിനെ അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. Then the queries of relatives. ഇനി അവരുടെ ആ ഒരു റിലേറ്റീവ്സിന് ചില അന്വേഷണങ്ങൾ ഉണ്ടാവും അല്ലെ? ക്വറീസ് പോലെയല്ല, അന്വേഷണങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ റിലേറ്റീവ്സിനാവാം, അല്ലെങ്കിൽ അവിടെ വരുന്ന വിസിറ്റേഴ്സിനാവാം. ക്യാൻ ബി സാറ്റിസ്ഫൈഡ്. അങ്ങനെ അവരുടെ ആ ഒരു അന്വേഷണങ്ങളെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ if a doctor or senior nurse conversant with the ward is made available in the ward during visiting hours for this purpose എന്നാണ് അവിടെ ഹിസ് എന്നാണ് കിടക്കുന്നത്. this purpose ആണ് കേട്ടോ. എന്താണ് നമ്മൾ ആ ഒരു ഹോസ്പിറ്റൽ കോൺവെർസന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധപ്പെട്ട അല്ലെങ്കിൽ പരിചയമുള്ള ആ ഒരു വാർഡ് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റൽ വാർഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ സീനിയർ നഴ്സസിനെ എന്ത് ചെയ്യുന്നു? അവിടെ ആ ദിവസങ്ങളിൽ എന്ത് ചെയ്യുന്നു? വിസിറ്റിംഗ് അവേഴ്സിൽ ഈ ഒരു പർപ്പസിന് വേണ്ടി അവിടെ അവൈലബിൾ ആക്കി നൽകുക. അവിടെ വരുന്ന ഒരു റിലേറ്റീവ്, ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഒത്തിരി അന്വേഷണങ്ങൾ ഇവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? ഇപ്പൊ ചിലപ്പോ വരുന്ന ആ ഒരു റിലേറ്റീവ് ഇപ്പൊ അവിടെ പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണെന്ന് ചിലപ്പോ ചോദിക്കാം അല്ലെ? ഇപ്പൊ നിലവിൽ ഇപ്പൊ നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ, ഒരു നേഴ്സ് റൂമിലേക്ക് വരുമ്പോ നമ്മുടെ കൂടെയുള്ള ബന്ധുക്കളാണെങ്കിലും തിരുത്തേണ്ടത് എന്താണോ? ഹിസ് പർപ്പസ് എന്ന് പറഞ്ഞത് കണ്ടോ അവിടെ ലാസ്റ്റ് പോയിന്റില്? അത് ദിസ് ആക്കുക കേട്ടാ, ദിസ് പർപ്പസ് എന്നാക്കുക കേട്ടാ. അപ്പൊ എന്താണ്? ഇപ്പൊ നമ്മളാണെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒരു പേഷ്യന്റിനെ കാണാൻ പോയിട്ടുണ്ട്. പെട്ടെന്ന് ആ ഒരു റൂമിലേക്ക് ഒരു നേഴ്സോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ വരാണെങ്കിൽ ആ കൂടെ നിൽക്കുന്ന ആളുകൾ ചിലപ്പോ സന്ദർശിക്കാൻ വന്നവരായിരിക്കാം, ചിലപ്പോ അല്ലെങ്കിലോ ചിലപ്പോ അവിടെ റിലേറ്റീവ് ആയിട്ട് അവർ വന്നവരായിരിക്കും. അവർ ചോദിക്കില്ലേ ഇപ്പൊ നിലവിൽ ഈ പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്തുണ്ട്, ഇങ്ങനെയുണ്ട്, ഇംപ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് ചോദിക്കാറില്ലേ? ചോദിക്കാറുണ്ടോ? നമ്മുടെ കൂടെയുള്ള നമ്മളെ കാണാൻ വരുന്നവരാവാം അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ അവരോട് ചോദിക്കാറില്ലേ? അവിടെ വരുന്ന നഴ്സസ് ആ റൂമിലേക്ക് പെട്ടെന്ന് വരുമ്പോൾ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഒക്കെ വരുമ്പോൾ ചോദിക്കാറില്ലേ? അപ്പൊ ഇവിടെ അതുപോലെ എന്താണ്? നമുക്ക് ആ ഒരു വരുന്ന ആളുകളെ തടയാൻ പറ്റില്ല, അതുപോലെ അവരുടെ അന്വേഷണങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? തടയാൻ പാടില്ല അല്ലെ? അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കൊടുക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ വരുന്ന സമയത്ത് ആ അങ്ങനെയുള്ള വിസിറ്റേഴ്സ് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആവശ്യപ്പെടുന്ന അന്വേഷിക്കുന്ന കാര്യങ്ങള് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഈ ഒരു വാർഡുമായി അല്ലെങ്കിൽ ആ ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പരിചയമുള്ള ഒരാളായിരിക്കണ്ടേ അവിടെ നിൽക്കുന്നത് അല്ലെ? ആ ഒരു പേഷ്യന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തെ കുറിച്ച് പരിചയമുള്ള ഒരാൾക്കല്ലേ അവർ നടത്തുന്ന ആ ഒരു അന്വേഷണങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി എന്ത് ചെയ്യണം? ആ വിസിറ്റിംഗ് ടൈമില് വിസിറ്റേഴ്സിന്റെ സമയത്ത് വിസിറ്റിംഗിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായ സമയം അനുവദിച്ചിട്ടുണ്ടാവല്ലോ. ആ വിസിറ്റിംഗ് ടൈമില് നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു പർപ്പസിന് വേണ്ടി ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് അവരുടെ അന്വേഷണങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിന് കൃത്യമായ മറുപടികളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വാർഡുമായി ബന്ധപ്പെട്ട നല്ല ഡോക്ടേഴ്സിനെയോ അറിവുള്ള അല്ലെങ്കിൽ പരിചയമുള്ള ഡോക്ടേഴ്സിനെയോ അല്ലെങ്കിൽ സീനിയർ നഴ്സുകളെയൊക്കെ എന്ത് ചെയ്യുക? അവൈലബിൾ ആക്കുക. ക്ലിയർ ആയോ? ആ ഒരു സെന്റൻസ് മനസ്സിലായോ? ഓക്കെ. Then administrative rounds by hospital administrators at different levels. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് പല ലെവലിലുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യണം? റൗണ്ട്സിന് ഇറങ്ങണം അല്ലെ? വാർഡുകളിലൊക്കെ റൗണ്ട്സിന് വേണ്ടി വരണം. എന്തിനു വേണ്ടി? However, they should be as informal as possible. അവര് ഇൻഫോർമൽ അല്ലെങ്കിൽ അനൗപചാരികമായിട്ട് അല്ലെങ്കിൽ ഒരു കാഷ്വൽ ആയിട്ട് എന്ത് ചെയ്യണം? തന്നെ പെരുമാറാനായിട്ട് അവര് സാധ്യമാണെങ്കിൽ അങ്ങനെ കാഷ്വൽ ആയിട്ട് തന്നെ പെരുമാറുക. ഇൻഫോർമൽ ആയിട്ട് തന്നെ, ഫോർമൽ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലല്ലാതെ അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് അവർ അന്വേഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാനായിട്ട് ഈ റൗണ്ട്സിന് വരുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സിന് സാധിക്കണം.
സാധിക്കണം. അവരോട് ആ ഒരു നല്ല ഇൻഫോർമൽ രീതിയിൽ അല്ലെങ്കിൽ അനൗപചാരികമായിട്ട് അല്ലെങ്കിൽ ഒരു നല്ല കാഷ്വൽ ആയിട്ടുള്ള രീതിയിൽ പെരുമാറാനായിട്ട് സാധിക്കണം. ക്ലിയർ ആയോ? ആ വരുന്ന ഓരോ പേഷ്യൻസിന് അവിടെ വരുന്ന വിസിറ്റേഴ്സിനാണെങ്കിലും അവരുടെ റിലേറ്റീവ്സിനാണെങ്കിലും അങ്ങനെ അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടികൾ കിട്ടുമ്പോൾ നല്ലൊരു പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെ? നല്ലൊരു കമ്മ്യൂണിക്കേഷൻസിലൂടെ നല്ലൊരു പബ്ലിക് റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ക്ലിയർ ആയോ ആ സെക്കൻഡ് ബോക്സ്? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ഒരു ബോക്സും കൂടി നമുക്ക് നോക്കാം അല്ലെ? നോക്കിയേ, സൈനേജ് ആൻഡ് നെയിം ബോർഡ്സ് കണ്ടിട്ടില്ലേ? ആ ഒരു പിക്ചർ ക്ലിയർ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടിട്ടില്ലേ? നിങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലിലുള്ള സൈനേജുകൾ അല്ലെങ്കിൽ നെയിം ബോർഡുകൾ കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഇത് തന്നെയാവണമെന്നില്ല, പല രീതിയിലുള്ള സൈനേജുകൾ നെയിം ബോർഡുകൾ കാണാറില്ലേ? കണ്ടിട്ടുണ്ടാവുമല്ലോ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് അല്ലെ? ഈ പിക്ചർ കാണണമെന്നില്ല, നിങ്ങൾക്ക് അല്ലാതെ നമുക്ക് കണ്ടിട്ടുള്ള കാര്യമല്ലേ അല്ലെ? ഡിപ്പാർട്ട്മെന്റ് ബോർഡുകളാവാം, അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ എന്താണ് സൈനേജ് ആൻഡ് നെയിം ബോർഡിൽ ഇതിലൊരു കാര്യം പറയുന്നത്, ഇപ്പൊ നിങ്ങളൊരു വലിയ വലിയ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെങ്കിൽ ഫ്ലോർ പ്ലാനുകൾ കണ്ടിട്ടുണ്ടാവും. ഫ്ലോർ പ്ലാനുകൾ ഇപ്പോ 2 or 3 നിലകളുള്ള ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മുടെ എൻട്രൻസ് ഏരിയയിൽ നിന്ന് തന്നെ ഒരു ഫ്ലോർ പ്ലാൻ ഉണ്ടാവും. എൻട്രൻസിൽ തന്നെ കണ്ടിട്ടില്ലേ നിങ്ങളത്? ഇപ്പൊ വലിയ മാളുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് അല്ലെ? പെട്ടെന്ന് ശ്രദ്ധിച്ചു കാണും അല്ലെ? നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. വലിയ വലിയ മോൾസിലൊക്കെ പോകുമ്പോ കണ്ടിട്ടില്ലേ? ഫസ്റ്റ് ഫ്ലോർ ഇങ്ങോട്ടാണ്, ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇന്ന സാധനം ഇന്ന ഭാഗം അല്ലെങ്കിൽ ഇന്ന ഇടങ്ങളാണ് അവിടെ ഉള്ളത്, ഇന്ന ഷോപ്പുകളാണ് അവിടെ ഉള്ളത്. ഇനി സെക്കൻഡ് ഫ്ലോർ ഈ ഭാഗത്താണ് അതിന്റെ സ്റ്റെയർ, ടോയ്ലറ്റിന്റെ ഭാഗത്താണ്. ഫസ്റ്റ് ഫ്ലോറിൽ ഇന്ന ഷോപ്പുകളാണ് ഉള്ളത്, അവിടെ നിന്ന് ഇന്ന സ്ഥലത്താണ് അതിന്റെ സ്റ്റെയർ. അങ്ങനെ കാണിച്ചത് കണ്ടിട്ടില്ലേ ഫ്ലോർ പ്ലാനുകള്? ആരും കണ്ടിട്ടില്ല, കുറച്ചു പേരൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ചില വലിയ വലിയ ഹോസ്പിറ്റലാണെങ്കിൽ ഇതിനുള്ള ഫ്ലോർ പ്ലാനുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയായിരിക്കും ഫ്ലോർ പ്ലാനുകൾ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ ഒരു എൻട്രി അല്ലെ, നമ്മുടെ എൻട്രി ചെയ്യുന്ന ആ ഒരു എൻട്രി ഏരിയയിലാണ് കൂടുതൽ, എൻട്രൻസ് ഏരിയയിലാണ് കൂടുതലും കാണാറ് അല്ലെ? അപ്പൊ അതെന്തിനു വേണ്ടിയാ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ അങ്ങനെയുള്ള ഫ്ലോർ പ്ലാനുകൾ വെക്കുന്നത്? ആ ആളുകൾ വരുന്ന ആളുകൾക്ക് കുറച്ചും കൂടി കൺവിൻസിങ് ആവാൻ വേണ്ടിയിട്ട് അല്ലെ, അവർക്ക് കുറച്ചും കൂടി സൗകര്യപ്രദമാവാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ അങ്ങനെയുള്ള ഫ്ലോർ പ്ലാനുകൾ വെക്കുന്നത്. ഇവിടെ സൈനേജ് ആണ് നെയിം ബോർഡുകൾ സ്ഥാപിക്കുക. നമ്മളിങ്ങനെയുള്ള സൈനേജ് ഇതൊക്കെ നെയിം ബോർഡ്സ് ഒക്കെ ഇതിനുള്ളിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ അവയെല്ലാം എന്താ, ആളുകൾക്ക് കണ്ട് പെട്ടെന്ന് ആ ഒരു ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഓരോ സ്ഥലങ്ങളും എവിടെയാണ് അല്ലെങ്കിൽ എന്താണെന്ന് പെട്ടെന്ന് ഇപ്പൊ ഫ്ലോർ പ്ലാൻ ഒക്കെ അതിന് വേണ്ടിയിട്ടാണ് അല്ലെ? ഏത് നിലയിലാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ. അതുപോലെ ഏത് വഴി അതിലൂടെ നമുക്ക് ഏത് സ്റ്റെയറിലൂടെ കയറി നമുക്ക് അവിടെ എത്താൻ പറ്റും, ഇനി എത്രാമത്തെ നിലയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇരിക്കുന്നത് എന്നൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഈസി ടു ഫോളോ സൈനേജ് ആൻഡ് ബോർഡ്സ് അല്ലെ? ബോർഡുകളും സൈനേജുകളും നമുക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്ന ഒരു രീതിയാണ് അല്ലെ? നമുക്ക് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യും, പെട്ടെന്ന് നമുക്ക് അതിലൂടെ കമ്മ്യൂണിക്കേഷൻസ് നടത്താൻ പറ്റുകയും ചെയ്യും. അതുപോലെ ഫ്ലോർ പ്ലാൻസ് ഡിസ്പ്ലേഡ് അറ്റ് സ്ട്രാറ്റജിക് പ്ലേസസ്, പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഫ്ലോർ പ്ലാനുകൾ എന്ത് ചെയ്യുക, വയ്ക്കുക അല്ലെ? അതിപ്പോ എൻട്രൻസ് ഏരിയയിലൊക്കെയാണ് നമ്മൾ കൂടുതലും കാണാറ് അല്ലെ? അതുപോലെ ഓൾ റൂം ഷുഡ് ബി നമ്പേർഡ്, എല്ലാ റൂമുകൾക്കും നമ്പർ ഇട്ട് കൊടുക്കാറില്ലേ? റൂമുകളൊക്കെ എല്ലാത്തിനും നമ്പർ ഇട്ടല്ലേ, നമ്പർ അനുസരിച്ചല്ലേ നമ്മൾ പോകുന്നത്. എത്ര റൂമിലാണ് നമ്മുടെ പേഷ്യന്റ് കിടക്കുന്നതെങ്കിൽ ആ റൂം നമ്പർ നോക്കിയാണ് നമ്മൾ പോകുന്നത് അല്ലെ? അതുപോലെ പേഷ്യന്റ് ഇൻഫർമേഷൻ ബ്രോഷർ, എന്താണ് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, ഏത് റൂമിലാണ്, എത്ര ഇന്ന അഡ്രസ് ആണ്, എവിടെ നിന്നാണ് ആ പേഷ്യൻസ് വരുന്നത്, അവരുടെ പേരും കാര്യങ്ങളും എഴുതിയ ബ്രോഷേഴ്സ് ഇടുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു ബോർഡില്, ഒരു നെയിം ബോർഡ്സ് പോലത്തെ ഒരു വലിയ ബോർഡില് ഹോസ്പിറ്റലിലേക്ക് കയറുന്നതിന്റെ ആ ഒരു ഭാഗത്ത് റിസപ്ഷൻ ഏരിയയിലോ അവിടെ എവിടെയെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാർഡിലേക്ക് കയറുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ആ ഒരു പ്രധാന ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? കണ്ടിട്ടില്ലേ നിങ്ങള്? ഹോസ്പിറ്റലിൽ പോകുമ്പോ കണ്ടിട്ടില്ലേ, ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മുടെ പേഷ്യന്റിന്റെ പേര്, റൂം നമ്പർ, അതുപോലെ അവർ എവിടെ നിന്നാ വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു ബോർഡില് ഒത്തിരി കോളങ്ങൾ ഉണ്ടാവും. അതിൽ ഓരോ നമ്പേഴ്സ്, ഓരോ റൂം നമ്പേഴ്സിനനുസരിച്ച് ആ ഉള്ള പേഷ്യന്റിന്റെയും അവരുടെ പേര്, അഡ്രസ്സും അവരുടെ ആ ഒരു സ്ഥലവും ഒക്കെ ഇട്ടിട്ടിരിക്കുന്നത് കണ്ടിട്ടില്ല? ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ആ റൂമിന്റെ ഫ്രണ്ടിലും ഉണ്ടാവും. ആ റൂം നമ്പറിലാണ് റൂം തുറക്കുന്ന സമയത്ത് നമുക്ക് ആ റൂം നോക്കുമ്പോൾ അതിന്റെ ഫ്രണ്ടിലും ചില ഹോസ്പിറ്റലുകളിൽ എഴുതിയിട്ടുണ്ടാകും, ആ ഡോറിന്റെ ഫ്രണ്ടില്. ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങള്? കണ്ടിട്ടേ ഇല്ല?
ഓക്കെ, പിന്നെ ചെല്ലുമ്പോ ശ്രദ്ധിക്കാട്ടോ. അപ്പൊ അത് എന്തിനു വേണ്ടിയാണ്? അങ്ങനെയുള്ള പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ബ്രോഷറുകള്, അതുപോലെ വിസിറ്റേഴ്സിന്റെ ഗൈഡുകൾ ഉണ്ടാവും അല്ലെ. പോകുന്ന വിസിറ്റേഴ്സിന്റെ ഗൈഡ് ഉണ്ടാവില്ലേ? നമ്മൾ ആ ഒരു അവിടെ ഒരു ആളെ നിർത്തിയിട്ടുണ്ടാവും അല്ലെ, ഒരു എന്താണ് ഒരാളെ നിർത്തിയിട്ടുണ്ടാവും. നമ്മുടെ വിസിറ്റേഴ്സിന്റെ ഗൈഡുകളൊക്കെയാണ് വിസിറ്റ് സന്ദർശകർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും അവരെ ഇത്ര സമയം മുതൽ ഇത്ര സമയത്തിനുള്ളിൽ കയറ്റാനും ആരൊക്കെയാണ് അവിടെ ആളുകളിലേക്ക് പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള വിസിറ്റേഴ്സിന്റെ ഗൈഡുകൾ ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? നമുക്ക് നല്ലൊരു പബ്ലിക് റിലേഷൻസ് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് വരുന്ന ആളുകൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ട്. ഇപ്പൊ നെയിം ബോർഡ്സോ കാര്യങ്ങളോ ഒക്കെ കണ്ടാൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റും. അതുപോലെ ഫ്ലോർ പ്ലാനുകൾ കണ്ടാൽ ഓരോ നിലയിലും എവിടെയൊക്കെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലങ്ങള് ആ ഒരു ഹോസ്പിറ്റലിൽ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അതുപോലെ റൂം നമ്പറുകൾ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ആ റൂമുകളിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് പറ്റും അല്ലെ. അതുപോലെ ആ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ ബ്രോഷറുകളും വിസിറ്റേഴ്സിനുള്ള ഗൈഡുകളും ഒക്കെ വെക്കുന്ന സമയത്ത് ആ പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ ആ റൂം മാറിപ്പോവാതെ അല്ലെങ്കിൽ ആ പേഷ്യന്റ് ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കി അവരുടെ അടുത്തേക്ക് നമുക്ക് ആ വരുന്ന വിസിറ്റേഴ്സിന് കൃത്യമായിട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ? അത് സൈനേജ് ആൻഡ് നെയിം ബോർഡ്സ് എന്ന് പറയുന്നേ ക്ലിയർ ആയോ? ഓക്കെ, ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടാ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് മനസ്സിലാക്കി വരിക. കാരണം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്താ പറയുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ഭാഗം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിച്ചോളൂ കേട്ടോ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am.